السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, ഈ പ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹം നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അൻഫാലിൽ 24-ാമത്തെ വചനത്തിലൂടെ വളരെ ഗൗരവമുള്ള, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരായത്ത് അല്ലാഹു പ്രതിപാദിക്കുന്നു. വിശ്വസിച്ചവരോടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇത് കൽപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഇസ്തജീബു ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിനെ ഉത്തരം ചെയ്യുവിൻ. വലിർറസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം ചെയ്യുവിൻ. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, ആ റസൂൽ നിങ്ങളെ ക്ഷണിക്കുന്നത്, പ്രവാചകൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ജീവസുറ്റ കാര്യങ്ങളിലേക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ള ഏത് നിയമങ്ങളും, പ്രവാചകൻ ക്ഷണിക്കുന്ന ഏത് വേളകളിലും അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യുവിൻ എന്ന് പറഞ്ഞത് സ്വഹാബികളോട് മാത്രമല്ല, പ്രവാചകന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇനി ജീവിക്കാനുള്ള ആളുകളോടുമൊക്കെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, നിശ്ചയമായും അല്ലാഹു മനുഷ്യന്റെയും അവന്റെ ഖൽബിന്റെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മറയിടും എന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മൂന്നാമതായി അല്ലാഹു സൂചിപ്പിക്കുന്നത് അന്നഹു ഇലൈഹി തഹ്ശർ, തീർച്ചയായും മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ എല്ലാവരും അവരിലേക്ക് തന്നെ മടക്കപ്പെടുന്ന ആളുകളാണ് എന്നുള്ള വളരെ ഗൗരവമുള്ള 3 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രാധാന്യത്തോടുകൂടി നമ്മോട് പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിനോടാണ്. നാം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ആയത്തിനെ കാണേണ്ടത്. കാരണം ഇസ്ലാമിലെ ഏത് നിയമങ്ങളും, ഇസ്ലാമിലെ ഏത് കാര്യങ്ങളും ഒരിക്കലും നമുക്കൊരു പ്രയാസകരമായ അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കാരണം ഇസ്ലാമിലെ ശിക്ഷാവിധികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലഘട്ടമാണിത്. 1-2 ദിവസങ്ങളായി ഇസ്ലാമിലെ ശിരോവസ്ത്രത്തെക്കുറിച്ച്, പർദ്ദയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന, നിരന്തരം ഈ ചർച്ചകളൊക്കെ പലപ്പോഴും നടക്കാറുണ്ട്. കാരണം ഇസ്ലാം വിമർശകർക്ക് എപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാൻ കിട്ടുന്ന ചില മേഖലകളുണ്ട്. അവര് അത്തരം കാര്യങ്ങൾ മീഡിയകളുടെ സഹായത്തോടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ നിരന്തരമായി അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരം വാർത്തകളാണ് നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കുട്ടികൾ, നമ്മൾ വളർന്നു വരുന്ന തലമുറയിലെ പെട്ട ആളുകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ വൈകാരികമായി പ്രതികരിക്കുക എന്നുള്ളതിനപ്പുറം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ള ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്.
അങ്ങനെയുള്ള ജീവസുറ്റ കാര്യങ്ങളിലേക്ക് ഇതാ ദഅാകുലിമാ യുഹീക്കും ജീവസുറ്റ കാര്യങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ക്ഷണിക്കുന്നത്. അപ്പൊ ദുനിയാവിലെ ജീവിത പുരോഗതിയോ ഭൗതികമായ അഭിവൃദ്ധിയോ നൽകും എന്നുള്ള കാര്യത്തിലല്ല, ആത്മീയമായ പുരോഗതി. ദുനിയാവിലെ നമുക്കറിയാം അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക അള്ളാഹുമായിട്ട് അടുത്ത ആളുകളെയാണ്. പലപ്പോഴും ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, ഒരുപാട് ആരാധനകൾ നിർവഹിക്കാറുണ്ട്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്, സ്വതക്കകൾ നൽകാറുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ മറ്റൊരു പ്രതിസന്ധി വരുന്നുണ്ടല്ലോ പടച്ചവനെ എന്ന് സ്വയം ഇങ്ങനെ പഴിക്കുന്നവരും സ്വയം ചിന്തിക്കുന്നവരും അങ്ങനെ പറയുന്നവരെയും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളെ വിശ്വാസികളുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും. ഈ ജീവസുറ്റത എന്ന് പറയുന്നത് ആത്മീയമായ നമ്മുടെ പരിവേഷമാണ്, ഈമാനികമായ കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഈമാനികമായ ഒരു കരുത്തോടു കൂടി അതിനെ നേരിടാൻ നമുക്ക് കഴിയണം. ഇത് ദഅാകുലിമാ യുഹീക്കും, ജീവിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക്, ജീവസുറ്റ കാര്യങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാനസികമായ അഭിവൃദ്ധി അത് നൽകുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ നൽകുന്നത്. അപ്പൊ ഇസ്ലാമിലെ ഒരു നിയമങ്ങളും മനുഷ്യന്റെ ആത്മീയത തകർക്കുന്നതായിട്ടില്ല, മാനസികമായ സുഖം തകർക്കുന്നതായിട്ടില്ല. മറിച്ച് നമ്മുടെ ഖൽബിനാണ് അല്ലാഹു ജീവൻ നൽകുന്നത്. മാനസികമായ സുഖമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ഇന്നിന്റെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയത് മാനസികമായ സുഖമാണ്. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും നാം ഒരാളോട് ഏത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് മാനസികമായ ഒരു സംതൃപ്തി പലപ്പോഴും കാണാറില്ല. അവർക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങളുണ്ട്, കഴിഞ്ഞുകൂടാൻ അത്യാവശ്യം സാമ്പത്തികമായ സുസ്ഥിരതയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, സമ്പാദ്യമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മാനസികമായിട്ടൊരു സുഖം പലപ്പോഴും ഇന്നിന്റെ സമൂഹത്തിൽ മുസ്ലിമീങ്ങളിൽ വരെ ബഹുഭൂരിഭാഗം ആളുകളിൽ വരെ കാണുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, നമ്മുടെ പഠനം ഒക്കെ നമ്മളെ എത്തിക്കേണ്ടത് ആ മാനസികമായ സൗഖ്യത്തിലേക്കാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ഒരു ജീവിതത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല സഹോദരങ്ങളെ നമ്മളെ എത്തിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ പാരത്രിക ലോകമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം. അത് അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ശരിക്കുള്ള ജീവിതം അതാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അത് വിശദീകരിക്കുകയാണ്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് പാരത്രിക ലോകത്താണ്. അതുകൊണ്ട് നിരന്തരമായി ഇവിടുത്തെ സുഖത്തിന്, ഇവിടുത്തെ സൗകര്യത്തിന്, ഇവിടെയുള്ള സമാധാനത്തിന് അത് നമുക്ക് ലഭിക്കും നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ. കാരണം ഇവിടുത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈമാനികമായ ഒരവസ്ഥയിൽ നമുക്കത് തരണം ചെയ്യാൻ കഴിയും. അല്ലാത്തവർക്ക് നിരാശയാണ്, അല്ലാത്തവർക്ക് ടെൻഷനാണ്. ആഗ്രഹിച്ചത് ഭൂമിയിൽ ലഭിച്ചില്ലെങ്കിൽ വളരെ കാലം നിരാശരായി കഴിയുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗം വന്നാൽ നമ്മൾ കരുതും, ഞാൻ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ഇങ്ങനെ കഴിക്കാറില്ലല്ലോ, എല്ലാം ശ്രദ്ധിക്കുന്ന ആളല്ലേ, എനിക്കെങ്ങനെയാണ് ഇത് പിടികൂടിയത്, അല്ല ഇന്ന എന്റെ മക്കൾക്ക് എങ്ങനെയാണ് അത് വന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ പോലും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് ലിമാ യുഹീക്കും, നമുക്ക് ജീവസുറ്റ കാര്യങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ക്ഷണിച്ചു, പ്രവാചകൻ നമ്മൾ ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കൂടുതൽ പരിഗണന നൽകുന്നത്. ആ പരിഗണനയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ മനസ്സിൽ നിരന്തരം അള്ളാഹുവിന്റെ ദീനിൽ തന്നെ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന അത് നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നമ്മളോട് പറഞ്ഞത്. ഇന്നത്തെ തലമുറ ഒരു വേള പലതും പറയുമെങ്കിലും മതത്തിൽ നിന്ന്, ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, നിന്റെ ദീനിൽ തന്നെ എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം വരാൻ പാടില്ല. ഞാൻ ഒരിക്കലും വഴിതെറ്റൂല,
എന്റെ ജീവിതത്തിൽ പിന്നെ ഈ അനിസ്ലാമികമായ കാര്യങ്ങളൊന്നും കടന്നു വരില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ. ഒരു വക്കത്തിരിക്കുന്നവനായിട്ടല്ല, ഒരു സാധാരണ മുസ്ലിം ആയിട്ടല്ല, ഒരു കാനേശുമാരി മുസ്ലിം ആയിട്ടല്ല, ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും നല്ല ഒരു വിശ്വാസിയാക്കി നമ്മെ മാറ്റണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. വസ്ത്രധാരണ രീതിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും പല മുസ്ലിം കുടുംബങ്ങളിലും ഉപ്പയും ഉമ്മയും ഒന്ന് കാണിക്കുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി വസ്ത്രധാരണ രീതിയോട് നമ്മുടെ മക്കളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട സംഗതിയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം. ചെറുപ്രായത്തിൽ അവരെന്താണോ ശീലിക്കുന്നത്, അവരെന്താണോ ധരിക്കുന്നത്, അവർക്ക് ഇസ്ലാമികമായ വസ്ത്രത്തോടുള്ള അവരുടെ താല്പര്യം എന്താണോ അത് തന്നെയാണ് അവർ മുതിർന്നവരായാലും നിലനിൽക്കുക. അതുകൊണ്ട് ആ കാര്യത്തിൽ രക്ഷിതാക്കളും വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. മക്കളായ നമ്മളും, അല്ലെങ്കിൽ പേരക്കുട്ടികൾ, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിലെ മക്കൾ, വിദ്യാർത്ഥികൾ അത് വരുത്താൻ പാടില്ല. അതിൽ യാതൊരു തരത്തിലുള്ള അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അങ്ങനെ ആ നിസ്സാരവൽക്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളും, വസ്ത്രത്തിന്റെ കാര്യമായാലും സാമ്പത്തിക അച്ചടക്കത്തിന്റെ വിഷയമായാലും സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും മറ്റു ആരാധനകളുടെ വിഷയത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരു ദുർബലത കടന്നു വരികയും നമ്മൾ അറിയാതെ നമ്മുടെ ഈമാൻ നുരുമ്പിച്ചു പോവുകയും ചെയ്യുമെന്നുള്ളത് സഹോദരന്മാരെ, സഹോദരികളെ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ക്ഷണം അത് നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ കൃത്യമായി ഈമാനികമായ ഒരു കരുത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയൊരു ക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ക്ഷണിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു മാർഗത്തിൽ തന്നെ നമ്മെ എല്ലാവരും പിന്തുടരുക. ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അറിയാതെ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും നല്ല മുഅ്മിനീങ്ങളായി, നല്ല മുഖ്ലിസീങ്ങളായി ജീവിക്കാൻ നിരന്തരം സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ, അഖീദയിൽ അടിയുറച്ചു നിന്ന്, ഖുർആനും സുന്നത്തിൽ അടിയുറച്ച് തൗഹീദിന്റെ വക്താക്കളായി ജീവിക്കുന്ന ഏറ്റവും നല്ല അടിമകളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ വീടുകളിൽ വൈറൽ ഫീവറുകൾ, പനി പിടിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണ് ഇന്നിന്റെ ഒരു കാലഘട്ടത്തിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളത്. ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. നിരന്തരമായി നമ്മൾ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കി നൽകുമാറാവട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല അടിമകളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്കും കുടുംബത്തിനും മക്കൾക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.